കാനഡയിൽ വന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പൊന്നേ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര സന്തോഷവും. ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഞാനിവിടെ സ്കേറ്റിങ് ചെയ്യാൻ വന്നതാണ്. സത്യം പറഞ്ഞാൽ സ്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഭയങ്കര രസമാണ് ഈ സ്ഥലം കാണാനായിട്ട്. ഞങ്ങളെന്തായാലും ലേക്കിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ്. ഞാനുണ്ട്, ജോഫിനുണ്ട്, ക്ലാരയുണ്ട്, ബാക്കിൽ കുറേ മൗണ്ടൻസ് ഉണ്ട്, ഇത് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ ആള് മീഡിയ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആളുടെ എന്തൊക്കെയോ എന്താ പറയുക എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ബാക്കിലൊരു പുള്ളി ചെറിയൊരു ക്യാമ്പിംഗ് സെറ്റപ്പൊക്കെ പോലെ ചെയ്യണം ഏറ്റവും ബാക്കിൽ, അവരെ പക്ഷേ കാണത്തില്ല. എനിവേയ്സ്, ഞാൻ ഈ പുതിയ സ്ഥലത്ത് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എനിക്ക് മൗണ്ടൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. അപ്പുറത്തും ഫുള്ള് ഗ്ലേഷ്യർ മൗണ്ടൻസ് ആണ്, ബാക്കിലും ഫുള്ള് ഗ്ലേഷ്യർ മൗണ്ടൻസ് ആണ്. അത് ഗ്ലേഷ്യർ മൗണ്ടൻസ് ആണെന്ന് എനിക്കറിയത്തില്ല, സ്നോ വീണ് കിടക്കുന്നതായിരിക്കാം. എനിവേയ്സ്, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല സൺലൈറ്റാണ്, നല്ല ബ്രൈറ്റാണ്. സാധാരണ ഇവിടെയൊക്കെ ഭയങ്കര മൂടിയാണ് എപ്പോഴും, പക്ഷേ ഇന്ന് ഭയങ്കര ബ്രൈറ്റുമാണ്. നല്ല നല്ല പ്രോപ്പർ ലൈറ്റിങ്ങും എല്ലാം കൊണ്ടും ഭയങ്കര രസം കാണാനായിട്ട്. ഞാനെന്തായാലും സ്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് സ്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് താഴോട്ട് ഇറങ്ങിയാലോടാ. അവിടെ അവർ എന്തൊക്കെയോ ചെയ്യുന്നു. എന്താ അവർ ചെയ്യുന്നത്? സമയം ഏറെക്കുറെ എനിക്കൊന്ന് 4 മണി സമയമാണ്, വൈകുന്നേരം. അവിടെ ഒരു മനുഷ്യൻ ചുമന്ന ജാക്കറ്റ് നിൽക്കുന്നു. മീൻ പിടിക്കാനാവോ? അയ്യോ എൻ്റെ ദൈവമേ, മണ്ണൊക്കെ ഉണ്ടോ? കല്ലും പണ്ടും ഒക്കെ പോയി. അമ്മോ, ഞാൻ ലഡാക്കൊന്നും പോയിട്ടൊന്നുമില്ല, പക്ഷേ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ റിസംബ്ലൻസ് ആണ് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും. അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നു. ഭയങ്കര സുന്ദരം, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു സൗണ്ടോ നോയ്സോ ഒന്നുമില്ല, പ്യുവർ പീസാണ് ഇവിടെ. നമ്മളും പ്രകൃതിയും മാത്രം. ഭയങ്കര എന്താ പറയുക, ഒരു കിട്ടിലൻ ആംബിയൻസ് ആണിത്. ക്യാമ്പൊക്കെ ചെയ്യാനോ, എനിക്കിന്ന് ഇവിടെ ഹൈക്കിങ്, ചെറിയ ട്രെയിൽസ്, അങ്ങനെ ചെറുതല്ല നല്ല വലിയ ട്രെയിൽസ് അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അതൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ജസ്റ്റ് നമ്മളിവിടെ വിസിറ്റിങ്ങിന് വന്നു എന്നേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഞാൻ സ്കേറ്റ്സ് എടുത്തു, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. നൈസ്. ആണോ? അപ്പോൾ സെറ്റ്, സ്കേറ്റ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ചെയ്ത അടിച്ചിൻ്റെ വീഴുമെന്നൊരു സംശയം കേട്ടോ. ഇതെന്തോ ഇത്, സംഗതി ഫുള്ള് ഫ്രീസാണ്. പക്ഷെ സ്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല ഗൈസ്, ചതച്ചു. ഡിസപ്പോയിൻറ്റഡ് ബട്ട് നോട്ട് സർപ്രൈസ്ഡ് എന്ന് പറയേണ്ടിയിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചു, കാരണം ഇത് അങ്ങനെ ഒരു സ്കേറ്റിംഗ് ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ തണുപ്പില്ല സത്യം പറഞ്ഞാൽ. ഞാനത് ഗ്ലൗസൊന്നും ഇടാത്തത്, പക്ഷേ ഇനിയിപ്പോൾ ഇടേണ്ടി വരും. കൈയൊക്കെ ചെറുതായിട്ട് തണുക്കാൻ തുടങ്ങി, നാക്കൊക്കെ കുഴയാൻ തുടങ്ങി. ഓ, ഇത് നോട്ടെ, ഇതെങ്ങനെ ഞാൻ കാണിക്കുന്നു ഇപ്പോൾ. ഇതിനടി ഫുള്ള് മറ്റേ ബബിൾസാണ്. ഇവിടൊക്കെ എന്തൊക്കെ വരാൻ, ആരെല്ലാം സ്കേറ്റ് ചെയ്ത് പോകും. എടാ ഞാൻ പറയട്ടെ, ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റൂലേ? ഇവിടെ അങ്ങോട്ട് സ്കേറ്റ് ചെയ്താലോ? ഞാൻ ചിലപ്പോൾ സ്കേറ്റ് ചെയ്യും. ആഹാ, ഇതിവിടെ യെസ്, ഓക്കെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വരുന്ന വഴിക്ക് 2-3 ചൈനക്കാരെ എങ്ങനെ ഐസിൽ മേൽക്കണം നടക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുവാണ്. അവസാനം അവരും എൻ്റെ കൂടെ പോകുന്നു. Me too. I don't know how to skate. Big product name, but I'm gonna give it a shot anyways. Dude, is it safe this way? Yeah, you can just walk through that. Okay. No. ഈ സത്യം പറഞ്ഞാൽ സ്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണോ നമുക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സ്കേറ്റ്സ് ഒക്കെ ഇട്ട് വെറുതെ ഒന്ന് ശ്രമിക്കുന്നതെന്ന് മാത്രം.
അങ്ങനെ സ്കേറ്റ്സ് ഒക്കെ വലിച്ചു കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുവാണ്. അങ്ങനെ മൂട്ടിൽ ഒരു പിടി സ്നോയുമായി ഞാൻ പയ്യെ എന്നെ തന്നെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. താഴോട്ടാണ് ബ്രേക്ക് കിട്ടുമെന്നാണ് എൻ്റെ സംശയം. താഴോട്ട് പോവാൻ നിരപ്പായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഇച്ചിരി ഈസിയാണ്. ഇങ്ങനെ തന്നെ പോകുന്ന കേട്ടോ, ഞാൻ ഇത് നോക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫുള്ള് ബബിൾസ് ആണ്. നോക്ക് ഇത് ഇവിടെ എല്ലാം നോക്ക്, അവിടെ എല്ലാം ബബിൾസ് ആണ്. എന്താ നമ്മുടെ അവിടെ ചൈനീസ് ആണെന്ന് വരച്ച ആള് വീട്ടിലേക്കൊണ്ട് അവിടെ വരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനേ അല്ല ഈ റൈസ് ഫീൽഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ ജസ്റ്റ് അല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിന് വെറുതെ വന്നു, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് നമ്മൾ വന്നു ചെയ്തു എന്ന് മാത്രം. ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഴ്ച. ഈ സ്കേറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഴാൻ പഠിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കേറ്റ് ചെയ്യാനും പഠിക്കും എന്നാണ് അതിൻ്റെ സത്യം. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും വീഴുമോ എന്നുള്ള പേടി കാരണമാണ് പലർക്കും നന്നായിട്ട് സ്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്, അല്ലെങ്കിൽ ഒരു ടെൻഷനോ നെർവസ്നെസ്സോ ഒക്കെ വരുന്നത്. പക്ഷെ നമ്മുടെ വീഴ്ചയെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്കേറ്റിങ് പഠിക്കാൻ പറ്റും. പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ഇങ്ങനെ ക്രാക്കും അതും ഇതൊക്കെയാണ്, അത് കാരണം ഭയങ്കര പാട്. എങ്കിലും മാനേജ് എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇച്ചിരി നല്ല സ്കേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് അവളെ നോക്ക് നമുക്ക് നൈസായിട്ട്, പക്ഷേ ഇച്ചിരി കൂടെയും നൈസായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോയേക്കാം അല്ലേ? പോകേണ്ട കാര്യമില്ല, കൊണ്ടുപോവുകയാണ്. ബ്രേക്ക് അവിടെ. സ്കേറ്റിംഗ് എല്ലാം കഴിഞ്ഞു, മുഖം എല്ലാം ഡ്രൈ ആയി, മൂക്ക് ഫ്രീസായി, കൈ കുഴപ്പമില്ല. ഭയങ്കര വലിയ തണുപ്പില്ല സത്യം പറഞ്ഞാൽ, അതൊരു വലിയ ഭാഗ്യം. എന്തായാലും നമ്മൾ ഇവിടുന്ന് തെറിക്കുവാണ്. ബാക്കിലൊക്കെ 1-2 പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ മൗണ്ടനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബാക്കിലത്തെ. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് എബ്രഹാം ലേക്ക് എന്നാണ്. ബാൻഫിനോട് അടുത്തുള്ളൊരു സ്ഥലമാണ്, ആൽബർട്ടിലാണ് സ്ഥലം. സോ ഓസം. സൺസെറ്റ് കാണാൻ പാടായിരിക്കും, മൂക്കൊക്കെ ഒലിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും അറിയുന്ന പോലും ഇല്ല. ഓ ഇത് കണ്ടോ, വേറെ സാധനം കാണിച്ചാൽ ഞാൻ. നമ്മൾ എവിടെയെങ്കിലും ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും യൂഷ്വലി കാണുന്നൊരു സാധനമാണ്. ആരോ ഉണ്ടാക്കി വെച്ചതാണ്. മൂക്കൊക്കെ തിളകും. നൈസ്. നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ബാക്കിലും വേണം, നമ്മൾ അവിടെ പോയത്, അതിൻ്റെ സൈഡിലായിട്ട് കൊണ്ടാണ് നിർത്തിയേക്കുന്നത്. ഇത് ജസ്റ്റ് സൈഡിൽ ചെറിയ ഇൻസും ടൗണും അങ്ങനെയൊക്കെയാണ്. ടൗണൊന്നും അല്ല, ചെറിയ കുറേ എന്താ പറയുക, റെസ്റ്റോറൻറ്റ്, മോട്ടലൊക്കെ പോലെ സ്ഥലങ്ങളാണ്.
നമ്മൾ പോകുന്ന വഴിക്കുള്ള ആ ഒരു സീനറീസാണ് ചുറ്റും കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എന്താ പറയുക സ്നോ കവേർഡ് മൗണ്ടൻസ് ആണ്. അതിങ്ങനെ ആകാശം മുട്ട എല്ലായിടത്തും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റൂട്ടാണിത്. ഭയങ്കര സുന്ദരവുമാണ് കാണാനായിട്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ആ റോഡ് സൈഡിലൊന്ന് പാർക്ക് ചെയ്തിട്ട് ആ വ്യൂ ഫുള്ളൊന്ന് കാണാനായിട്ട്. ആൻഡ് ദിസ് ഈസ് ബോവികാട്. എന്തൊരു ഭംഗിയാണ് എൻ്റെ പൊന്നെ. ഒരു നോയ്സ് ഒന്നുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ പോയ പോലെ ഒരു കാറ് കാണും നമ്മൾ, അല്ലാണ്ട് ഒന്നുമില്ല ഇവിടെ. ഒരു നോയ്സോ ഒന്നുമില്ല. ആനിമൽസിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സാധാരണ കാണുന്നതാണ്, പക്ഷേങ്കിൽ ഇപ്രാവശ്യം എന്തോ അങ്ങനെ അധികം എന്താ പറയുക ഒരു ആനിമൽ എൻകൗണ്ടേഴ്സ് ഒന്നും നമ്മൾ കണ്ടില്ല. അല്ലാത്തപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും മരയാടിന് എന്തിനെങ്കിലുമൊക്കെ കാണുന്നതാണ്. അവനോട് സ്ട്രെച്ച് ചെയ്യുന്നു. നേരിട്ട് കാണാനുള്ള ഭംഗിയാണ് ഏറ്റവും ഭയങ്കരം എന്ന് പറയേണ്ടത്. ക്യാമറയിലൊക്കെ ഞാൻ ഹാപ്പിയാണ് ക്യാമറയിൽ കിട്ടിയതില്ല, പക്ഷേങ്കിൽ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ സ്റ്റോപ്പ് ചെയ്ത സ്ഥലം പോലെ എന്ത് പൊളിയാണ്. കുറുക്കൻ പോയി തോന്നുന്നു. അവിടെ ഉണ്ട് ഒരു കുറുക്കൻ. അത് കാണാൻ പറ്റും. അതേ പോകുന്നു. കൊള്ളാം. മൗണ്ടനൊക്കെ ആണെങ്കിൽ ഫുള്ള് സൺറൈസ് പോവുകയാണ്. അതിൽ പുതഞ്ഞ് കിടക്കുകയാണ് നമ്മൾ. അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷെ പോകുന്ന വഴിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്കൈ ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എന്തായാലും നമ്മുടെ യാത്ര അവസാനിച്ചു. ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്നും അറിയത്തില്ല. ഇടയ്ക്ക് എന്തായാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോകും. സോ വി വിൽ ഡെഫിനറ്റ്ലി മീറ്റ് അഗൈൻ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.